ഇപ്പോൾ ജയ്പൂരിലേക്ക് ഒന്ന് പോകുന്നു. അവിടെ നിന്ന് അനിൽ വാസുദേവ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, അല്പസമയം മുൻപാണ് ജയ്പൂരിലെത്തിയതെന്ന് അറിയാം. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? അത് നിരീക്ഷിച്ച് വരികയാണെന്നും അറിയാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പഞ്ചാബ്, ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയ്പൂരിലെയൊക്കെയുള്ള സ്ഥിതിഗതികൾ എന്താണ്? അവിടെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? വിവരങ്ങൾ പറയൂ. പ്രജന പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആ അതിർത്തിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടാമത് വരുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. 1100 കിലോമീറ്ററിലധികം വരുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ കനത്ത രീതിയിൽ ആക്രമണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഈ പാതിരാത്രിയുടെ മറവിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ജയ്സാൽമീറിലടക്കം വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇന്നും അതിന് കുറവുണ്ടായില്ല. പക്ഷേ പ്രജൻ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാൻ നമ്മുടെ സുദർശന ചക്രം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും രക്ഷയ്ക്കെത്തി 10 ഡ്രോണുകളെയും വെടിവെച്ചിട്ടു ഇല്ലെങ്കിൽ തകർത്തിട്ടു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാഴ്ച. ഒപ്പം തന്നെ പൊക്രാനിലും ബാർമറിലും അടക്കമുള്ള പ്രദേശങ്ങളിലും എക്സ്പ്ലോഷൻസ് ഉണ്ടായതായി അവിടുത്തെ നേറ്റീവ്സ്, പ്രാദേശികവാസികൾ ഒക്കെ തന്നെ പറഞ്ഞു. അതിനനുസരിച്ച് പരിശോധന നടത്തിയിരുന്നു. അവിടെയും സംഘർഷമുണ്ട് ഇല്ലെങ്കിൽ ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഡ്രോൺ ആക്രമണം 2ാം ദിനവും തുടരുകയാണ്. ഇന്നലെ നിരവധി ആക്രമണങ്ങളുണ്ടായി. ഇന്നും അതിന് കുറവില്ല. വലിയ ആശങ്കയാണ് ഇന്നും. പക്ഷേ അതിന് തകർത്തിട്ടതാണ് നമുക്ക് വലിയ സന്തോഷം നൽകുന്നുള്ളത്. നമ്മളിപ്പോൾ ജയ്പൂരിൽ എത്തിയതേ ഉള്ളൂ. ഇവിടുന്ന് ജയ്സാൽമീറിലേക്ക് ഏകദേശം 750 കിലോമീറ്ററിലധികമുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ്. പക്ഷേ ഈ ജയ്പൂരിലടക്കം അതിൻ്റെ ഒരു വലിയ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നമ്മൾ ആദ്യഘട്ടത്തിൽ ലൈവ് കൊടുക്കാൻ നിന്നപ്പോൾ പോലും അവിടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രദേശവാസികൾക്ക് അടക്കം അത്തരത്തിലുള്ള നിർദ്ദേശം സൈന്യവും പോലീസും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അൺയൂഷ്വലായി കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലേക്കുള്ള ഹൈവേ ആണ്. ആ പ്രദേശത്ത് വലിയ തിരക്ക് ഇല്ലെങ്കിൽ ഈ നേരത്തൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ ഇവിടെയുള്ള ഡ്രൈവേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഇന്ന് ഈ നിയന്ത്രണങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ കുറവുണ്ട്. ഈ പ്രദേശത്ത് ഇന്ന് വൈകുന്നേരം മുതൽ ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അങ്ങനെ ജയ്പൂരിലടക്കം വലിയ നിയന്ത്രണങ്ങൾ, വലിയ ആശങ്കകൾ അല്ലെങ്കിൽ അത്തരം കർശന നിബന്ധനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ജയ്സാൽമീറിൽ തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ഇല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചുറി പോലും ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പാകിസ്ഥാൻ്റെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ വലിയ ആശങ്കയാണ്. അവിടുത്തെ 4 ജില്ലകളിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ടിലേക്ക് ഇന്ന് വീണ്ടും പോകേണ്ടി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ സുരക്ഷ ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ 4 ഡിസ്ട്രിക്ട്സിനൊക്കെ അധിക സുരക്ഷ ഏർപ്പെടുത്താൻ ആവശ്യമായി 5 കോടി വീതം നൽകി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ. എന്തായാലും അങ്ങനെ വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഈ രാത്രിയിലും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് കരുതലോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ സൈന്യം, നമ്മുടെ രാജ്യം നമ്മളെ കാത്തുപോകുന്നു, ഇവിടുത്തെ പ്രദേശവാസികളെ കാത്തുപോകുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ യാതൊരു തരത്തിലുള്ള മോശം വാർത്തകൾ നമുക്ക് അത്തരം ഉണ്ടായിട്ടില്ല. സന്തോഷം നൽകുന്ന വാർത്തകൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും വരും മണിക്കൂറുകൾ ആശങ്കകളുടേതാണ്. പക്ഷേ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ, കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ പാകിസ്ഥാന്റെ ഓരോ ത്രെട്ടും തകർത്തെറിയട്ടെ എന്നുള്ളത് തന്നെയാണ് ജയ്പൂരിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാനുള്ള വിവരം.